അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ദേവരക്കൊണ്ട ഈ ഫീൽഡോട്ടായിട്ട് നിൽക്കുകയാണ്. ദേവരക്കൊണ്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി അദ്ദേഹം പുതിയൊരു പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ആക്ച്വലി ടീസറായിട്ട് 3 ആഴ്ചയായി. ഞങ്ങളിത് റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മളിത് റിയാക്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ലൈഗറും ഫാമിലി മാനും ആയിരുന്നല്ലോ ലാസ്റ്റ് 2 പടം. ഫാമിലി സ്റ്റാർ കുടുംബ നക്ഷത്രം അതൊക്കെ അതെന്ത് വന്യ ട്രോളായിരുന്നു സാധനം. യൂത്തിന് വേണ്ടി ലൈഗറും ഇറക്കി, കുടുംബങ്ങൾ ഫാമിലിക്ക് വേണ്ടി ഫാമിലി സ്റ്റാർ ഇറക്കി. രണ്ടുപേരും അപ്പോൾ കിങ്ഡത്തിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഇതിനകത്തും അനിരുദ്ധാണ് മ്യൂസിക്, അതാണ് ഹൈലൈറ്റ്. ചേട്ടാ അനിരുദ്ധ് ഹോൾസെയിൽ ആയിട്ട് അനിരുദ്ധിന് കുറച്ച് 10 പടം ഒരുമിച്ച് എടുക്കുമെന്ന് തോന്നുന്നു. എല്ലാത്തിനും മറ്റേ ഒരു സാധനമേ ഉള്ളൂ, അത് വെച്ചിട്ട് എല്ലാത്തിനും അടിക്കും. അത് നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. ചേട്ടാ ടീസർ ഇട്ടേട്ടാ. ദേവര് അല്ല ഒരു വൈബാ. ഇവിടെ കഴുത്തിലെ വട്ടം മറ്റേ സലാറിന്റെ സാധനം അല്ലേ? നാഗവംശി ഈ ഏരിയൽ ഷോട്ടൊക്കെ കൊള്ളാം. ഇതാരാ ക്യാമറ എന്നറിയോ? ആരാ? ജോമോന്റി ജോണും ഗിരീഷ് ഗംഗാധരൻ. ഓ, രണ്ടുപേരുണ്ടല്ലോ. ഒരു ഇച്ചിരി അധികം ക്ലോസ് ഷോട്ടുകൾ കുറച്ചധികം ഉണ്ട്. സാധാരണ അടുത്തിറങ്ങി കണ്ടതിൽ കൂടുതൽ. എന്തോ രസമുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇന്ത്യയുടെ സൗണ്ടാണ്. ഇന്ത്യ ഉണ്ട് അവിടത്തെ. NTR ആണ് മറ്റേ നരേഷൻ.夢の実装さ収めてമെയ് 30 ഈ വർഷം അപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ചേതൻ ഡിസൂസ യാനിക് ബെൻ ചേതൻ ഡിസൂസയൊക്കെ ഫൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ചേതൻ ഡിസൂസ ആരാന്ന് മനസ്സിലായി? ആവേശത്തിലെ ഫൈറ്റ് മാസ്റ്റർ. ഈ നെവീൻ നൂലി എഡിറ്റർ അല്ലേ? യാനിക് ബെൻ നമ്മുടെ ഇതൊക്കെ ചെയ്ത പുള്ളി. യാനിക് ബെൻ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഫൈറ്റൊക്കെ ചെയ്തേക്കുന്നു. ഇതിനകത്ത് കുറച്ച് ക്യാമറ ചെയ്താലും അനിരുദ്ധിന്റെ മ്യൂസിക് ആണെങ്കിലും ഇച്ചിരി വ്യത്യാസമുണ്ട്. അതെ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നു വരെ തിയേറ്ററിൽ കുറച്ച് ഹൈ കൊടുക്കാൻ പറ്റുന്ന ലെവൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിന് കുറച്ചധികം ഇമോഷണൽ കണ്ടന്റ് ഉണ്ടെന്ന്. കാരണം സ്ഥിരം കാണുന്ന പോലെ ഈ നായകൻ മറ്റേ അലർച്ചാം പരിപാടിയൊക്കെ കുറവാണ്. ഇത് ആക്ച്വലി വയലൻസ് തന്നെ പരിപാടി ആയിരിക്കും, പക്ഷെ ഒരു ബാക്ക് സ്റ്റോറി എലമെന്റ് എന്താ ഈ പഴയ കാലത്തെ കുറച്ച് പരിപാടി അതൊക്കെ കുറച്ച് രസം. അതെ കുറച്ച് ഇമോഷണലി ആൾക്കാരെ ഇമോഷൻ ഇല്ലാതെ ഈ വയലൻസ് അല്ലെങ്കിൽ ഈ സാധനം എന്ത് കാണിച്ചാലും വർക്കാവും. അതാണ് ഈ പ്രശ്നം. അതുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്ത് ഓക്കെയാണ്. നമുക്ക് അതുമായിട്ട് ഉക്കായി കഴിഞ്ഞാൽ മറ്റേ ജേഴ്സിയുടെ ഡയറക്ടർ ആയിരുന്നല്ലേ? അതാണ് ഞാൻ ആലോചിച്ച പുള്ളിയുടെ പേര് കേട്ടിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് ജേഴ്സി ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. അതാണ് കുറച്ച് മുമ്പ് നമ്മൾ ജേഴ്സിയുടെ കാര്യം പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല അതിന്റെ മ്യൂസിക് ഭയങ്കര വൃത്തിയായിട്ടാണ്. ജേഴ്സിയുടെ മ്യൂസിക് ചെയ്തൊക്കെ ആരാ? അനിരുദ്ധ്. അതാ പറഞ്ഞത്. പുള്ളി 2 പടത്തിൽ വൃത്തിയായിട്ട് യൂസ് ചെയ്തേക്കുന്നത് പുള്ളി. ഉള്ള ബഹളങ്ങളൊക്കെ വിട്ടിട്ട് കുറെ കൂടി ഓവർ മസ്കുലർ ആയിട്ടും അല്ലേ ഇവനെ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു അണ്ടർ ഡോഗ് സ്റ്റോറിയാണ് അവൻ ആക്ച്വലി. പക്ഷേ മറ്റേ മാസ് ഹീറോ ലൈൻ അല്ല, സർവൈവലിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് പോലെ സംഭവം. അതിന്റെ പ്രസന്റേഷൻ മിലിറ്ററിക്കെതിരെയാണോ? കൈൻഡ് ഓഫ് എന്തോ ഒരു കിങ്ഡം എന്നല്ലേ പറഞ്ഞത്. എന്തോ ഒരു സംഭവം ഉണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ സ്റ്റോറി പോലെ എന്തോ. പഴയ സിറ്റിസൺ ഓർമ്മയുണ്ട്? പഴയ സിറ്റിസൺ അജിത്തിന്റെ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു പഴയ പടമുണ്ട്. അതിലിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഐലൻഡ് അല്ലെ ഇവരുടെ ഒരു ഗ്രാമം, കംപ്ലീറ്റ് ഒരു ഗ്രാമത്തെ ഒരു അതിപ്പെട്ടി അത് തന്നെ എല്ലാവരെയും അവർ കുഴിച്ചതില്ല. അപ്പൊ അതിന്റെ ബാക്ക് സ്റ്റോറി ഭയങ്കര ഹെവി സാധനമായിരുന്നു. അന്ന് പടം കാണുമ്പോൾ നല്ലപോലെ വർക്കാവുന്ന സാധനം. പ്രസന്റില് അവര് എല്ലാരും ടോർച്ചർ ചെയ്യും. ഉപ്പ് കാരണം അഴുകത്തില്ല, അങ്ങനെ നടക്കില്ല. 100 ദിവസം ഓടി പടമാണല്ലോ.
ചേട്ടാ സിറ്റിസൺ ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മള് മറ്റേ 90s പിള്ളേരുടെ favorite അതെ അതെ നമ്മള് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അത്തിപ്പട്ടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ കറക്റ്റ് ശങ്കറിന്റെ പടം തന്നെ. അതുപോലെ അതായത് മറ്റേ ഇവരെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോകും. ഈ ഓഫീസേഴ്സിനൊക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് ഇവരെ കൊല്ലത്തില്ല, പകരം ഇവരെല്ലാം കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഫൈനലി ഇത് പോലീസ് ഇവരെ ചേസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ കോടതി വെച്ചിട്ട് അണ്ണൻ ഒരു മറ്റേ വിജയുടെ ഇപ്പോഴത്തെ പ്രസംഗം പോലെ കോടതി നിന്നൊരു പ്രസംഗം അടിക്കും. അപ്പം കഥയൊക്കെ പറഞ്ഞ് ഇവരെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ ജനങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷ അവരെ കൊല്ലുകയല്ല, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പൊ അവരെ അവരുടെ ഫാമിലിയെയും നാട്ടുകാർ കാണാൻ പോകുന്നത് ഇങ്ങനത്തെ. അപ്പൊ ആ ലൈൻ ഇതിനും ആ ഒരു ഇമോഷണൽ ആ ലൈൻ, ആ പടത്തിന്റെ ആ പോർഷനൊക്കെ മറ്റേ ക്ലൈമാക്സിൽ ഫൈറ്റ് ഒന്നും അല്ല. സിറ്റിസൺ മറ്റേ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കൊണ്ടുവന്നത്. അതെ അതെ. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ മറ്റേ ആൾക്കാരെ കുഴിച്ചിടുന്ന ആ സംഭവങ്ങളെ കണ്ടപ്പോൾ ജയിലിൽ ഒരു മേജർ ഒരു സീക്വൻസിന് കുറച്ചധികം ഷോർട്ട് ലെങ്ത് ഉണ്ട്. ജയിലിൽ ഇറങ്ങുന്നതായിരിക്കും ആയിരിക്കാം. പക്ഷെ ആ ഉള്ളവരെല്ലാരും കൂടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അതെ മറ്റേ പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് അങ്ങനെ ഈ ഗ്രാമത്തിൽ നിന്ന് പോയ ഓരോ ആൾക്കാർ കാണുമല്ലോ ജയിലിനകത്ത്. കഥ ഉണ്ടാക്കണ്ട, ഉണ്ടാക്കിയാലും നമ്മള് നാലുപേരല്ലാതെ ഇതാരും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാമല്ലോ. 300 പേരേ ഉള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ഏതൊരു പടത്തിന്റെ കഥ പറഞ്ഞിട്ട് അതുപോലെ കറക്റ്റ്. അതെ അതെ, അത് മറ്റേ ശ്രീബാല ആനശ്രീബാല അല്ല, അതിന് മുമ്പ് വേറെ പടം ഉണ്ടായിരുന്നു. 2-3 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മള് ടീച്ചറി ഗസ് ചെയ്തിട്ടൊക്കെ മലയാളം പടവും അതല്ലാതെ വേറെ എനിക്കൊന്നൊരു തമിഴോ ഏതൊരു പടം നമ്മള് ദേവരയുടെ ട്വിസ്റ്റ്, ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ദേവരയുടെ ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്ത് അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ അതിന്റെ താഴെ വന്ന് ഇന്ത്യൻ ഫാൻസുകാരൊക്കെ ബഹളമായിരുന്നു. അത് തെലുങ്കന്മാരൊക്കെ കൂടുതൽ. അപ്പൊ അവര് നമ്മുടെ പോസ്റ്ററിൽ നമ്മൾ തമ്മിൽ ഞങ്ങൾ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഇവന്മാരൊക്കെ ഓടി, ഫസ്റ്റ് ഡേ ഓടി ഇവന്മാരൊക്കെ തിയേറ്ററിൽ. ഇല്ലില്ല, ഞങ്ങള് ദേവരെ കണ്ട് ക്ഷീണിച്ച ഇറങ്ങിയാണ്. അതെ, ഞങ്ങൾ പിറ്റേ ദിവസം കൊടുത്തില്ല പണി എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ വർഷം ഷാർക്കുകളുടെ വർഷമായിരുന്നു. കാരണം ഒരുപാട് പടങ്ങളിൽ കൊണ്ടലും ഷാർക്കുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഹൈലൈറ്റ്. അതെ അതെ, മുങ്ങിപ്പോകുന്ന മറ്റേ ഇത് വിജയ് ദേവരക്കൊണ്ടയുടെ പടത്തിന്റെ ടീസർ റിയാക്ഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അല്ല പക്ഷേ കഥ പറഞ്ഞു. അല്ല, NTR-ലേക്ക് കണക്ഷൻ ഉണ്ട്. നറേറ്റീവ് വിഷയത്തിൽ എന്നെ പറ്റി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര മ്യൂസിക് ഭയങ്കര ഹൈ ആയിട്ട് കയറി പോകുന്ന. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ആ മ്യൂസിക്കിനൊക്കെ ഭയങ്കര നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിട്ടായിരിക്കും. വിശ്വാസമുള്ള ഡയറക്ടറാണ്. അത് തന്നെ. പിന്നെ മലയാളത്തിന്റെ സ്വന്തം ചോമൻ ജോൺ ഗിരീഷ് ഗംഗാധരനാണ്. അവരെ കൊണ്ടുപോയി അവർ രണ്ടുപേരുമാണ്. എനിക്ക് തോന്നുന്നു ഇവർ മറ്റേ വേറെ എന്തെങ്കിലും പടത്തിന്റെ ഷെഡ്യൂൾ ബ്രേക്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയതായിരിക്കും. ഇവർ രണ്ടുപേരുവേ അതെ. ജോമോനും ആക്ച്വലി ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയ്ക്ക് വേറെ പടങ്ങളൊക്കെ മാറി മാറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിലും മലയാളത്തിൽ ഇപ്പം മറ്റേ ഇതിലൊക്കെ. അപ്പോ ഇത് ദേവരക്കൊണ്ടത്തിന്റെ ഒരു കംബാക്ക് ആയിരിക്കും എന്നാണ് അല്ലേ തോന്നുന്നത്. ടീച്ചറായിട്ടും അങ്ങനെയാണോ തോന്നുന്നത്. നല്ലൊരു ഫീൽ ഉണ്ട്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും കുറച്ച് നല്ല സാധനം ചെയ്തിട്ടുണ്ട്. അതെ, തിരുമ്പി വാ ദേവാ, അതല്ലേ. അതെ, കാരണം ഹിറ്റ് മാത്രം പുള്ളി ചെയ്ത പടങ്ങൾ ആദ്യം ഇനിഷ്യലി ഭയങ്കര ഹിറ്റായിരുന്നു പുള്ളി ഭയങ്കരമായിട്ട് ആൾക്കാർ. എനിക്ക് പക്ഷേ പുള്ളിയുടെ ഒരു അണ്ടർ അവിടെ ഹിറ്റ് ഡിയർ കോമ്രേഡ് തിയേറ്റർ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അണ്ടർറേറ്റഡ്. വലിയ ഹിറ്റല്ല ആ പടം. അതിലെ പാട്ട് ആക്ച്വലി ആ പടത്തിലെ പാട്ടിന്റെ മലയാളം ലിറിക്സ് ഭയങ്കര നല്ല ലിറിക്സ് ആയിരുന്നു. മധു പോലെ അത് തന്നെ. അതിൽ അത്യാവശ്യം എല്ലാ പാട്ടിന്റെയും ലിറിക്സ് ഭയങ്കര രസമായിരുന്നു. നല്ല വൃത്തിയായിട്ടായിരുന്നു. മലയാളം ഭാഷ ഞാനിവിടെ തിയേറ്ററിൽ കണ്ടത്. നല്ല രസം. ഓടി, പക്ഷെ അങ്ങനെ വലിയ അനക്കൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ആക്ച്വലി ഇവരെ ഇതിലും കൂടുതൽ ഓടിയ പടം ഗീതാഗോവിന്ദൊക്കെ നല്ല പടമാണ്. ഡിയർ കോമ്രേഡ് കുറച്ചുകൂടെ മലയാളം ടച്ചുള്ള പടം. അതെ അതെ. എനിക്ക് മറ്റേ വേൾഡ് ഫേമസ് ലവർ അതിനുശേഷം വീഴാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വേൾഡ് ഫേമസ് ഡിയർ കോമ്രേഡ് കഴിഞ്ഞിട്ടാണ് ഗീതാഗോവിന്ദം ഉണ്ട്. പിന്നെ ഈ വേൾഡ് ഫേമസ് ലവർ പിന്നെ ഏതൊക്കെ പടം ഉണ്ടായിരുന്നു. ഇടക്കറുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ലൈഗറിന്റെ ഇടയ്ക്ക് തന്നെ ഇവര് പുതിയൊരു പടം അനൗൺസ് ചെയ്തു, ജനഗണമന. ആര് പുരി ജഗന്നാഥമായിട്ട് തന്നെ. എന്നിട്ട് ലൈഗർ തകർന്നു പോയി കഴിഞ്ഞപ്പോ ഇവര് ഈ പടം ഇത് മതി അത് മതി ഇനി വേണ്ട.
അതിന്റെ നഷ്ടം നിർത്താൻ വേണ്ടിയാണ് പുള്ളി രണ്ടാമത് വേണ്ടി പടം എടുത്തത് ഡബിൾ സ്മാർട്ട് എന്ന് പറഞ്ഞത്. അതും ഡബിൾ ഖുഷി അതേതാ ഖുഷി അതും പടം ഖുഷിയുണ്ട്. അല്ല, ഖുഷി ആവറേജ് ഹിറ്റായിരുന്നു പടം. സാമന്തയുണ്ട്. പക്ഷേ ഈ പടക്കങ്ങളുടെ ഇവിടെ ഒന്നും ഓടിയില്ല, കേരളത്തിലൊന്നും ഓടിയില്ല. പടക്കങ്ങളുടെ ആരും അറിഞ്ഞില്ല. അതെ, പടക്കങ്ങളുടെ ഇടയിലായതുകൊണ്ട് തന്നെ മുങ്ങിപ്പോയി. പിന്നെ കൽക്കിയില് അർജുനായിട്ട് വന്നായിരുന്നു. അതൊക്കെ പക്ഷേ ആദ്യം ഇച്ചിരി ഇതായിട്ട് വന്നില്ല, പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് കുറച്ച് മേക്കപ്പ് ചെയ്ത സാധനമാണ്. ദേവരക്കൊണ്ടത്തിനോട് ഇത്രയും ആരാധന, ഇത്ര ലെങ്തി വീഡിയോ അവരുടെ ആൾക്കാർ പോലും ചെയ്ത് നടക്കില്ല. ഇതുവരെ കൊണ്ട് ഇത് കണ്ടിട്ട് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. കരയുമായിരിക്കും. കേരളത്തില. അതെ അതെ, മകനെ മടങ്ങി വരും. കേരളത്തിലേക്ക് മാറുകയാണ്. മകനെ മടങ്ങി വരും. ഇപ്പൊ ദുൽഖർ തെലുങ്ക് ഞങ്ങൾ ദുൽഖർ തന്നില്ല, ഇത് കാണാൻ കൊള്ളുന്നരുത് ഞങ്ങൾക്ക്. എന്നെ കരയിപ്പിക്കലും എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടീസർ. സോ ടീച്ചർ കൊള്ളാം. ഇനിയിപ്പോൾ ട്രെയിലർ ഇപ്പോൾ ഏതായാലും മെയിലല്ലേ റിലീസ്, അപ്പോൾ അടുത്ത മാസം ട്രെയിലർ ഇറങ്ങും. സോ വരട്ടെ, ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഷോ കാണാനുള്ള സാധനം ഉണ്ടെന്ന് തോന്നുന്നു.